കണ്ണൂരിലെ ജനകീയ ഡോക്ടർ AK രൈരുഗോപാൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. രോഗികളിൽ നിന്ന് 2 രൂപ മാത്രം ഫീസ് വാങ്ങിയാണ് ചികിത്സിച്ചിരുന്നത്. ഉച്ചയ്ക്ക് പയ്യാമ്പലത്താണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക. കണ്ണൂരുകാർക്ക് മാത്രമല്ല ഇതര ജില്ലകളിലെ ആളുകൾ പോലും അദ്ദേഹത്തിനെ തേടിയെത്താറുണ്ട്. കേവലം 2 രൂപ മാത്രമാണ് അദ്ദേഹം ഫീസായി ദീർഘകാലം വാങ്ങിയിരുന്നത്. ഏതാണ്ട് 50 വർഷത്തോളം എന്തെങ്കിലും രോഗം വരുമ്പോൾ ഓടി അങ്ങ് പോവാ. അത് പാവപ്പെട്ടവനും ഇനി പണമുള്ളവനും ഒക്കെ ഓടിപ്പോവാവുന്ന ഒരു സ്ഥലമായിരുന്നു ഡോക്ടറുടെ വീട്. വെറും 2 രൂപ, ഇപ്പോൾ 10 രൂപയാണ് വാങ്ങുന്നത്. 2 രൂപ ഡോക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ആ മനുഷ്യനോട് അച്ഛനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിനക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ മറ്റെത്ര ജോലിയുണ്ട്? ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു ദൈവിക അനുഗ്രഹമുള്ള ആൾക്കാരായിട്ടാണ് പലരും കാണുക, അല്ലേ? പക്ഷെ ഇന്നത്തെ നമുക്ക് ഇങ്ങനെയുള്ള ഡോക്ടർമാരെ കാണാൻ കിട്ടുന്നുണ്ടോ? പണത്തിന്റെ മേലയിലല്ലേ ഡോക്ടർമാർ പറക്കുന്നത്. പക്ഷെ എൻ്റെ ഈ വാക്കുകൾ ഏതെങ്കിലും ഡോക്ടർമാർ കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നിങ്ങൾ വളരെയധികം പണം നൽകിയാണ് പഠിക്കുന്നത്, വളരെയധികം കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസയൊക്കെ തിരിച്ചു പിടിക്കണമെന്നൊക്കെ അറിയാം. നിങ്ങൾ വാങ്ങിച്ചോളൂ, പൈസ വാങ്ങിച്ചോളൂ. പക്ഷേ നിങ്ങൾ എല്ലാവരെയും ഒരു കണ്ണിൽ കണ്ട് അതൊരു ബിസിനസ്സാക്കി മാറ്റാതിരിക്കുക എന്നേറുള്ള ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്ക് എല്ലാ ഡോക്ടർമാരോടുള്ളൂ. നിങ്ങൾ എടുക്കുന്ന പണത്തിന്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അത്രയും നിർവൃത്തിയില്ലാത്ത ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പരിഗണിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മളെ ഈ ഡോക്ടർ രേണുഗോപാൽ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യണമെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഇതേപോലെ മാതൃകയായി നിങ്ങളിത് ചെയ്യാൻ തയ്യാറായാൽ, നിങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ എന്തെങ്കിലും സംഭാവന നിങ്ങളത് നൽകിയാണെങ്കിൽ, പണത്തിന് മേലെ നിങ്ങൾ ഇതേപോലെ മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകിയാൽ, ഇതേപോലെ ഈ മനുഷ്യൻ പോകുമ്പോൾ വളരെയധികം ആൾക്കാർ ദുഃഖിതരാണ്, സങ്കടപ്പെട്ട് കരയുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടുകാർ മാത്രമല്ല നിങ്ങളെ ഓർക്കുക, ആ നാട് മുഴുവൻ കണ്ണീരിലാകും എന്നുള്ളതിൽ ഒരു സംശയം. സാറിന്റെ വിടപറച്ചില് ഒരു തീരാ നഷ്ടം തന്നെയാണ്. ഇത്രയും ആൾക്കാർ വന്ന് കണ്ണീര് ഒഴുക്കണമെങ്കിൽ സാറിന്റെ വാർദ്ധക്യ കാലത്തും സാറ് നൽകിയ സേവനം തന്നെയാണ്. ഒരിക്കലും മറക്കില്ല. സാറിന് മനസ്സിലുണ്ടാകും. സാറിന്റെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. സാറിന്റെ ഫാമിലിന്റെ സങ്കടത്തിൽ ഞങ്ങളൊക്കെ പങ്കുചേരും.